ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണല്ലോ ഇന്ന് ഹൈലൈറ്റിൽ ലൈംലൈറ്റായി നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. സിനിമയാണ് ഏരിയ. പീഡനങ്ങളും അവഗണനകളും നീതികേട് അവകാശ നിഷേധങ്ങളൊക്കെയാണ് വിഷയം. അതായത് ഉത്തമ, സിനിമ ഒരുപാട് പണം മുടക്കുള്ള ഒരു വ്യവസായമാണ്, കച്ചവടമാണ്. ഇവിടെ പണം മുടക്കുന്നവൻ സർവപ്രധാനി തന്നെയാണ്. ഇനി സിനിമയിൽ പണം മുടക്കിയാൽ മാത്രം പോരാ, അത് ആകർഷണീയമായി തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. സിനിമയിൽ ഏറെ ആകർഷണീയമായ ഒന്ന് താരങ്ങളാണ്. താരങ്ങളെന്ന് പറഞ്ഞാൽ നടീ നടന്മാർ മാത്രമല്ല, ക്യാമറ, സംവിധാനം, ഇങ്ങനെയുള്ള സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ സിനിമയിൽ താരങ്ങളാണ്. എന്നാൽ നടന്മാർ ഒരു പടി മുന്നിൽ നിൽക്കുന്ന താരങ്ങളാണ് എന്ന് അംഗീകരിക്കാതെയും വയ്യ. സീൻ 2 കച്ചവടം. ഒരാൾ കച്ചവടം ചെയ്യുന്നത് ലാഭം കിട്ടാനാണല്ലോ, അല്ലാതെ നാട് നന്നാക്കാനൊന്നുമല്ലല്ലോ. സിനിമയിൽ പണം മുടക്കുന്ന ആൾക്ക് അയാൾ മുടക്കിയ പണവും ലാഭവും തിരിച്ചു കിട്ടണം. അതിന് അയാൾക്ക് പറ്റിയ താരങ്ങളെ തേടിപ്പോകും. സ്വാഭാവികം. താരങ്ങൾ ഒരുപാട് കാലത്തെ പരിശ്രമങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ മാനത്തങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്നത് ജനസേവനം ചെയ്ത് കളയാം എന്ന മഹനീയ ആശയം തലക്ക് പിടിച്ചത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരല്ലല്ലോ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന മാന്യമഹാജനങ്ങൾ. താരങ്ങൾക്ക് താരങ്ങളുടേതായ താല്പര്യങ്ങളുണ്ട്, ഉണ്ടാകും, ഉണ്ടാകണം. അതാവണമടാ താരം. ഇനി താരങ്ങളാകാൻ മോഹിച്ച് സിനിമാ മുറിയിലേക്ക് കയറി വരുന്ന പ്രതീക്ഷാനിർഭരരായ പുതുമുഖങ്ങളോ? അവരാഗ്രഹിക്കുന്നതും വേറെന്തെങ്കിലും ആണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് പുതിയൊരു നാക്കുവടി യന്ത്രം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ കുളിമുറിയിലേക്ക് എല്ലാവരും കയറുന്നത് ഒന്ന് കുളിച്ച് കുട്ടപ്പനാകാൻ തന്നെയാണ്. പറഞ്ഞു വരുന്നതിൻ്റെ കാതൽ, ദ കോർ, എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതട്ടെ. തുടരട്ടെ. സീൻ 3 രാക്ഷസസ്ത്രീയം. 1 കോടി മുടക്കിയിട്ട്, 1 കോടിയിലധികം മുടക്കിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് 4-5 കൊല്ലം കഴിഞ്ഞു പോലും. ഇക്കാലത്തിനിടയ്ക്കൊന്നും ദൈവാധീനം കൊണ്ട് അതൊന്ന് വായിച്ചു നോക്കാനുള്ള ദുർമോഹം നമ്മുടെ മുഖ്യനോ സഹചർക്കോ ഒന്നും ഉണ്ടായിട്ടില്ല പോലും. അതാണ് കേരളം, ചുകചുകപ്പൻ കേരളം. ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയത് ഇന്നലെയാണ് ഞങ്ങൾ അറിഞ്ഞത് എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ടെങ്കിൽ താരങ്ങൾ പ്രതികളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കോടതി കോളറിൽ തൂക്കുമെന്നും അറിയുന്ന ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഇക്കാലമത്രയും മുക്കിമുരുണ്ട് നടന്നത് എന്തിനായിരുന്നു എന്ന് കഞ്ഞിവെള്ളം കുടിക്കുന്ന ഇവിടുത്തെ സിനിമാ ആസ്വാദകർക്ക് മനസ്സിലായി. താരം മന്ത്രിസഭയിലുണ്ട്, താരം നിയമസഭയിലുണ്ട്, പാർലമെൻറ്റിലുണ്ട്, താരം പാർട്ടികളിലൊക്കെ പ്രഭ ചൊരിയുന്നുണ്ട്. മുണ്ടണ്ട. സീൻ 4 കൺക്ലൂഷൻ. ആകെ മൊത്തം ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവനവൻ്റെ കാര്യം തന്നെയാണ് വലുത്. ജനസേവനം, പൊതുനന്മ, സാമൂഹ്യ സേവനം എന്നൊക്കെയുള്ള സുന്ദര സുരഭില പദങ്ങളൊക്കെ പുസ്തകത്തിൽ എഴുതി വച്ചാൽ പൊളിക്കും. പ്രായോഗിക ജീവിതത്തിൽ അത് പൊളിക്കും. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലരൊക്കെ ചിലത് നേടിയെടുത്തതും നമ്മൾ കാണാതിരിക്കാൻ വയ്യല്ലോ. നമ്മൾ ഈ നെഗറ്റീവ് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ ആളുകൾ തന്ത വൈബ് എന്ന് പറഞ്ഞ് കളിയാക്കും. അതുകൊണ്ട് പോസിറ്റീവ് കാര്യങ്ങളും പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം വടകരയിലെ കാഫിർ കാട് കയറി കിട്ടി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഹേമ കമ്മിറ്റിയൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങുമ്പോഴേക്ക് നമുക്ക് ആ കാടൊക്കെ മൊത്തം ഒന്ന് വെട്ടി വെളിച്ചമാക്കി അവിടെ ഒരു ഗംഭീരൻ ടൗൺഷിപ്പ് പണിയണം. നാളെ ആരെങ്കിലും വന്നിട്ട് എവിടെ കാട് കയറിയ കാഫിർ എന്ന് ചോദിച്ചാൽ ഏത് കാട്,
എവിടെക്കാട് എന്ന് നമുക്ക് ചാനൽ കസേരയിൽ ഇരുന്ന് മുഖാമുഖം സംസാരിക്കാം. ടൗൺഷിപ്പിൻ്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം നമ്മുടെ സ്വന്തക്കാർ കുടിയിരുന്ന് കഴിഞ്ഞു എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ വയനാട് ടൗൺഷിപ്പ് എന്ന് പേരും വെക്കാം. കാര്യങ്ങളെല്ലാം ശുഭ പര്യവസായിയാകും. ഇതെന്താ ഇവന്മാർ ഒരു കാലത്തും നന്നാവൂലേ എന്ന് ചോദിക്കുന്നവരോട് മനുഷ്യനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി എന്ന മിഥ്യാധാരണ ഒഴിവാകണം. മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ പലതരത്തിലുള്ള ഉടായ്പകളുണ്ടാകും. തൽക്കാലത്തേക്കുള്ള അധികാരം, കയ്യൂക്ക്, കയ്യാങ്കളി, തന്ത്ര കുതന്ത്ര കൈയടക്കങ്ങളിലൂടെയൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെടാം. പക്ഷേ മനുഷ്യനല്ലാത്ത ഒരു ശക്തിക്ക് മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധമുണ്ടാകണം. മരിച്ചു പോകണം, മരിച്ചു പോവുകയാണ്, ഒരിടത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ മരണത്തിന് മുമ്പുള്ള കാര്യങ്ങളുടെ കണക്കെടുപ്പുണ്ടാകും എന്ന ഒരു ബോധമുണ്ടായാൽ ജീവിതത്തിൽ ഇത്തിരിയൊക്കെ ഒരു സൂക്ഷ്മതയുണ്ടാകും. ആ സൂക്ഷ്മതയുടെ കുറവാണ് ഈ കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ കാരണം. എമ്മാതിരി തന്ത വൈബ്! ഹോ